ലേവ്യ പുസ്തകം 26-ാം അധ്യായം 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. 13-ാമത്തെ വാക്യം. നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ദൈവം പറയാം, മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച്. ഞാൻ ആര്? യഹോവ. അനിപ്പാസ്റ്ററല്ല, ആര്? യഹോവ. ഞാനൊരു ദൂത് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. ഇന്ന് ചിലരുടെ മുഖം ഒടിക്കാൻ ദൈവം ഡയറക്റ്റായി ഇറങ്ങും. ആരോടോ ദൈവം പറയാ, ചില നുകക്കിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ഇന്നത് പൊട്ടിയിരിക്കും. ഈ ദൂത് എപ്പോൾ കേട്ടാലും പൊട്ടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക. ചില നുകങ്ങൾ പൊട്ടുന്ന ശബ്ദം നിനക്ക് തന്നെ ബോധ്യപ്പെടും. ആ നുകം പൊട്ടിയെന്ന്. ആ പാരമ്പര്യ നുകം, രക്ഷപ്പെടുത്താത്ത നുകം വിടും. ഞാൻ ഒരു വെളിപ്പാട് പറയാം. ഇന്നത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ ചിലരുടെ ഫൈനാൻഷ്യൽ ഏരിയയിൽ ഭയങ്കര വിടുതൽ നടക്കും. വിടുതൽ നടക്കുമ്പോൾ നിങ്ങൾ സാക്ഷിയാകണം. എന്നെ ദൈവം വിടുവിച്ചെന്ന് പറഞ്ഞ് സാക്ഷിയാകണം. ഒഴുകി വരുന്ന വെള്ളം തടഞ്ഞു വെക്കുന്ന ഡാം പൊട്ടുന്നത് പോലെ ഈ ദിവസങ്ങളിൽ തടസ്സങ്ങൾക്ക് വിള്ളൽ വീഴുന്നു. തടസ്സങ്ങൾക്ക് ദൈവം നിനക്ക് ഒരുക്കി വെച്ചത് അനുഭവിച്ചാ പറ്റൂ. ദൈവം നിനക്ക് ഒരുക്കി ദൈവാത്മാവ് ഇറങ്ങി നടക്കുന്നു. ചിലരെ ദൈവം തൊടുക നിനക്ക് ഫീൽ ആകുന്നു. യാക്കോബിനെ തൊട്ടതുപോലെ നിന്നെ തൊടാൻ പോവുക. ഹോളി സ്പിരിറ്റ് നിന്റെ ഫ്യൂച്ചറിനെ ആര് ബ്രേക്ക് ചെയ്തോ ആ ബ്രേക്ക് ചെയ്ത സ്പിരിറ്റ് കം ഔട്ട്. ചിലരുടെ ദേഹത്ത് ദുഷ്ടശക്തിയുണ്ട്. ആ ദുരാത്മാവ് ഇറങ്ങിപ്പോട്ടെ. അവരുടെ ബോണ്ടേജ് അതാണ്. ഇതിനകത്ത് അനോയിന്റിങ് ഇറങ്ങുമ്പോൾ ചില ദുരാത്മ മേഖലകൾ, ചില മന്ത്രവാദ ശക്തികൾ നീ രക്ഷപ്പെടാതിരിക്കാൻ നിന്റെ ശരീരത്ത് ആവാഹിച്ച് കെട്ടിയ മന്ത്രശക്തികൾ, നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ പ്രോപ്പർട്ടി മാറും. നിന്റെ കുഞ്ഞിന്റെ ദേഹത്തുനിന്നത് മാറും. അടിക്കടി രോഗം വരുത്തുന്ന എല്ലാ ആഴ്ചയും രോഗം, ഓരോരോ പുതിയ രോഗം. ഇന്ന് ആ രോഗാത്മാവ് വർഷങ്ങളായി വിട്ടുമാറാത്ത അലർജി വിട്ടുപോവാ. ചിലരെ വർഷങ്ങളായി വിട്ടുമാറാത്ത പനി, എല്ലാ മാസവും പനി വരുന്ന ചിലർ ഇതിനകത്തുണ്ട്. എന്നോട് ദൈവം എന്ന് പറയും, ഇന്ന് പനിയുടെ ബന്ധനം അഴിയാൻ പോവുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി എങ്ങനെയാണ് ഈ നുകം പൊട്ടുന്നത്? അതാണ് അടുത്ത വരാൻ പോകുന്ന വചനം. ഹല്ലേലൂയ. അപ്പം ഒരു ദൈവപൈതൻ്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ കർത്താവിൽ വരുമ്പോൾ അവനുള്ള ഉറപ്പ്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചേ. പിന്നെ ഇന്നലെ വൈകിട്ട് 8 മണിക്ക് എന്തായിരുന്നു വലിയ നിലവിളി കേട്ടല്ലോ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാനൊരു സത്യം നിങ്ങൾ പറയാം. ഒരു ദൈവപൈതൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ നഷ്ടം വന്നാലും കഷ്ടം വന്നാലും സ്തോത്രം പറഞ്ഞു, ലാഭം പറഞ്ഞു വന്നാലും എന്തോ ചെയ്യണം. കാര്യം എല്ലാത്തിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനാ ദൈവം. നിന്റെ ലൈഫിലൊരു താഴ്ച വന്നെങ്കിൽ ദൈവം നിന്നെ ഓർക്കാനാ. നിനക്കൊരു ബലഹീനത വന്നെങ്കിൽ നീ ദൈവശക്തി അനുഭവിക്കാനാ. നിനക്കൊരു തകർച്ച വന്നെങ്കിൽ ഉയർച്ച അനുഭവിക്കാനാ. ഇപ്പം കർത്താവിൽ ഞാൻ നിങ്ങളോട് പറയാം, ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ ഉറപ്പിക്കാൻ പറ്റും അല്ലേ? നമ്മൾ ഉറയ്ക്കാതെ നിന്നാൽ നമ്മൾ മറ്റൊരാളെ ഉറപ്പിക്കുമോ? ഉറച്ചു നിൽക്കുന്ന ഒരാൾ പറയും, ഒന്നും പേടിക്കണം. അല്ലേ, 10-40 ലക്ഷം പേര് ഒന്നിച്ചു പറയുക, മിസ്രൈമി സൗകര്യമില്ല, ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നേ സ്വതന്ത്രം. മോശ എന്തോ ഉപദേശിച്ചെന്നൊക്കെ ചോദിച്ചപ്പം മോശ ഒരൊറ്റ വാക്കുഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്. യഹോവ നിങ്ങൾക്ക് ഇന്നു ചെയ്യാനിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇന്നു കണ്ട മിസ്രൈമിനെ മോശയുടെ ഒറ്റ വാക്ക് ആ 40 ലക്ഷത്തോളം വരുന്ന ജനം ഉറച്ചു. നമ്മൾ ഉറച്ചാലേ മറ്റൊരാളെ, ഒരാൾ കരയുക, അടുത്ത ആളും കൂടെ കരയുക, രണ്ടാമത് കരയുന്ന ആൾക്ക് എന്തിനാ കരയുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ആകല്ലേ.
ഒരു ദൈവ പൈതൽ എന്തോ നല്ല ഉറപ്പുള്ളവരായിരിക്കണം. ഒന്ന് കൈ കൊടുത്ത് ഉറപ്പുള്ള ആളായിരിക്കണം. ക്രിസ്തുവിലുള്ള ഉറപ്പില്ലേലുള്ള കുഴപ്പമാണ് ഇന്നത്തെ പ്രസംഗം. ആ പ്രസംഗത്തിലേക്ക് നിങ്ങൾ ഇച്ചിരൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ആ ഉറപ്പില്ലെങ്കിൽ വരുന്ന പ്രശ്നം, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങരുത്. 2 പദം അവിടെ. 1 അടിമ നുഖം, 2 നിന്നെ കുടുക്കുന്ന കുടുക്ക്. ചില നുഖങ്ങൾ ഇന്ന് പൊട്ടിയേ പറ്റൂ, ചില കുടുക്ക് നഴിഞ്ഞേ പറ്റൂ. പരിശുദ്ധാത്മാവ് ആത്മാവിൽ കാണുകയാണ്, ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ അസാധാരണമായ വിടുതലുകൾ നിന്റെ മേൽ വെളിപ്പെടും. നീ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ചില സന്തോഷ വാർത്തകൾ കേൾക്കും. നീ കൂടാരത്തിനകത്തുനിന്ന് അടുത്ത് നിനക്ക് വരാൻ പോകുന്ന മറുപടി, ദൈവം ചില കുടുക്ക് പൊട്ടിച്ചു.